ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് വീഡിയോ എടുത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തുമില്ല. എന്നാൽ ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് നട്ടപ്പാതിരിക്ക് ഇങ്ങനെ ഇരിക്കുന്നുമുണ്ട്. ലീവ് ഇറ്റ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ലൈറ്റ് ഇങ്ങനെ ഡിമ്മാവുന്നു, ബ്രൈറ്റ് ആവുന്നു, ഡിമ്മാവുന്നു, ബ്രൈറ്റ് ആവുന്നു. അപ്പം അതൊന്ന് കൺസിഡർ ചെയ്യുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഓഫീസിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. എന്താ വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാനിപ്പം ഒരു ആർക്കിടെക്ചർ ഫേമിൽ വർക്ക് ചെയ്യുകയാണ്. വിത്തിൻ 1 ഇയർ ഞാൻ ഏകദേശം ഒരു 4 കമ്പനിയിൽ വർക്ക് ചെയ്തു. 4 കമ്പനിയിൽ. അതും എന്തുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്തും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ചധികം സെൽഫ് റെസ്പെക്റ്റ് കൂടുതലായിപ്പോയി. ലൈക്ക് എനിക്കറിയില്ല, എനിക്ക് കുറച്ചധികം സെൽഫ് ലവ് ഉണ്ട്, അത് തന്നെ പറയാം. ഫസ്റ്റത്തെ ഒരു കമ്പനി, അവിടെ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരാളുടെ അടുക്കിൽ നിന്ന് എനിക്ക് ഒരു അൺവാണ്ടഡ് ആറ്റിറ്റ്യൂഡ് കിട്ടി. അപ്പോൾ ഞാൻ റെസിഗ്നേഷൻ ഇട്ടു. രണ്ടാമതൊരു കമ്പനി, ആ കമ്പനിയിലും സെയിം ഇഷ്യൂ. സീനിയർ ആയിട്ടുള്ള ഒരാൾ ലിറ്ററലി എൻ്റെ വേർത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഈവൻ എൻ്റെ എക്സിസ്റ്റൻസ്, ഈ ഒരു ഫീൽഡിൽ എക്സിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ആളൊരു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിൽ പോലും എനിക്കിവിടെ കൊണ്ട് ഞാൻ റെസിഗ്നേഷൻ ഇട്ടു. HR കോൾ ചെയ്തു, അയ്യോ മോളെ എന്താ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇമ്പൾസീവായിട്ട് നീ ഇങ്ങനെ ഡിസിഷൻ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് മൈ സെൽഫ് എ ലോട്ട്. അപ്പം HR ആള് കുറേ വട്ടം എൻ്റെ റെസിഗ്നേഷൻ റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചു. പക്ഷെ എനിക്കെപ്പോഴും ഞാനായിരുന്നു ഇമ്പോർട്ടൻ്റ്. അങ്ങനെ അവിടെ ഞാൻ ലീവ് ചെയ്തു. പിന്നീട് ഉള്ളതിന് ഒരു സെൽഫ് വർത്ത് എന്നുള്ളതിനേക്കാൾ ഉപരി സെൽഫ് ലവ് എന്ന് പറയാം. ലൈക്ക് അവിടെ എൻ്റെ വേർത്തൊന്നും ആരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ആകെ അവിടെ ചോദിച്ചിട്ട് മീൻസ് അവർ എൻ്റെ ടൈം, ലൈക്ക് നമുക്കൊരു ടൈമിൽ ഇത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ആപ്ലിക്കബിളൊന്നുമല്ല. സംഭവം എന്താ വെച്ചാൽ എനിക്ക് അവിടുത്തെ ഓവർ ടൈം കാരണം ഞാൻ ആ കമ്പനി ലീവ് ചെയ്തു. ലിറ്ററലി 1 വീക്ക് ഞാൻ അവിടെ പോയിട്ടുള്ളൂ. ആ ഒരു 1 വീക്കിൽ ഞാൻ ഒരു ദിവസം പോലും ടൈമിന് ഇറങ്ങിയിട്ടില്ല. ഒരു ദിവസം എനിക്ക് രാത്രി 1 മണി വരെ. ഇറ്റ്സ് ഓക്കെ. ചില സമയത്ത് നമ്മുടെ വർക്കും ഡെഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ഫോർ മീ. എനിക്ക് മാത്രമല്ല, ഏതാണ്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് അവിടുത്തെ വർക്ക് കൾച്ചർ സോ ബാഡ്. എനിക്ക് എൻ്റെ ഒരു ദിവസം പോലും എനിക്ക് എൻ്റെ മീ ടൈം കിട്ടിയില്ല, എനിക്ക് എന്നെ ടേക്ക് കെയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് മീ. സോ ഞാൻ അതുമായിട്ട് സംസാരിച്ച ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു കമ്പനി ലീവ് ചെയ്യാൻ. കാരണം അതൊരു നല്ലതിനായിരിക്കില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് ലീവ് ചെയ്തു. ഇപ്പോൾ സമാധാനമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള കമ്പനി ഐ എം സോ ഹാപ്പി. നോക്കാം. സോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, വിത്തിൻ 1 ഇയർ ഞാൻ 4ാമത്തെ കമ്പനിയിലുള്ളത്. എല്ലാവരും ചോദിക്കും ജോലി കിട്ടാൻ എളുപ്പമാണല്ലോ. ജോലി കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ നിൽക്കാൻ പാടാണ്. എനിക്കറിയില്ല, മേ ബി അതെൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ സെൽഫിനോട് തന്നെ പറയുന്ന കാര്യമാണ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. വിത്തിൻ 1 ഇയർ 4 കമ്പനി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. Love yourself, okay? That's the main thing I want to share you, okay?